ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വടക്കാഞ്ചേരി മാക്സ് കെയർ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാല അടിയന്തരമായി മാറ്റണമെന്ന ആശുപത്രി അധികൃതരുടെ പരാതിയിൽ ജൂൺ 1 മുമ്പായി അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിൽ നഗരസഭാ സെക്രട്ടറി നടപടിയെടുക്കുന്നില്ലെന്ന് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ്. നഗരസഭാ മാസ്റ്റർ പ്ലാനിൽ ഈ മേഖല റെസിഡൻഷ്യൽ മേഖലയെന്ന് വ്യക്തമാക്കിയ സ്ഥലത്ത് എങ്ങനെയാണ് കൊമേഴ്സ്യൽ പർപ്പസിന് ലൈസൻസ് അനുവദിച്ചത് എന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കണമെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയിൽപ്പെട്ട ഓട്ടുപാറ ഡിവൈൻ ആശുപത്രിക്ക് പരിസരത്ത് അടുത്ത കാലത്ത് മാറ്റപ്പെട്ട കൺസ്യൂമർ ഫെഡിൻ്റെ ബീവറേജ് കോർപ്പറേഷൻ്റെ ബീവറേജ് സെൻ്ററിനെ കുറിച്ചുള്ള ആക്ഷേപം പരിസരവാസികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി അറിയാൻ കഴിഞ്ഞു. ആ ഉത്തരവ് പ്രഖ്യാപിച്ച് 2 മാസങ്ങൾ ഈ വരാൻ ജൂൺ മാസം 4-ാം തീയതിയോ 5-ാം തീയതിക്കോ 2 മാസങ്ങൾ ആവുകയാണ്. അത് നഗരസഭ സെക്രട്ടറിക്കാണ് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അടിയന്തരമായി ചെയ്യേണ്ടത് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വടക്കാഞ്ചേരി നഗരസഭയിലെ സെക്രട്ടറി ഈ സ്ഥാപനം അവിടെ കൊടുക്കുമ്പോഴുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയായിരുന്നു. ആ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല വടക്കാഞ്ചേരി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെക്രട്ടറി ഒരു കാരണവശാലും അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും കോടതി അലക്ഷ്യമായ ഒരു കേസായിട്ട് വരാൻ പോകാൻ സാധ്യതകളുണ്ട്. കൂടാതെ ആ പ്രദേശം മാസ്റ്റർ പ്ലാൻ വടക്കാഞ്ചേരിയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. ആ മാസ്റ്റർ പ്ലാനിൽ ആ മേഖല ഹോസ്പിറ്റലപ്പുറത്തുണ്ടെങ്കിലും ആ വീടുകളിരിക്കുന്ന ഈ സ്ഥാപനം നിൽക്കുന്ന മേഖല റെസിഡൻഷ്യൽ പർപ്പസായിട്ടാണ് അവിടെ മാസ്റ്റർ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ആ മാസ്റ്റർ പ്ലാനിൽ കാണിച്ച ആ ഭാഗത്ത് കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുന്നതിന് നിയമപരമായി അംഗീകാരം കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് ഏത് വഴിക്കാണ് ഒരു വീടിനെയാണ് കൺവെർട്ട് ചെയ്തുകൊണ്ട് കമേഴ്ഷ്യൽ ഹെഡിലേക്ക് മാറ്റിയത്. അതുതന്നെ വിചിത്രമായ കാര്യമാണ്. ആ ഏരിയയിൽ മാസ്റ്റർ പ്ലാൻ വന്നതിന് ശേഷം അവിടെ നടത്തിയ ക്രമം വിട്ട് ചട്ടം വിട്ട് നടത്തിയ ആ ക്രമവിരുദ്ധമായി നടത്തിയ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമായി വരികയാണ്. ഇതിൻ്റെ പിറകുവശം പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഈ സ്ഥാപനത്തിനെക്കുറിച്ച് ഒട്ടനവധി ആവലാതികളുണ്ട്. ടൗണിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആയതുകൊണ്ട് രോഗികൾക്ക് വരുന്നു, മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, താമസക്കാർക്ക് സ്ഥലം മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രദേശം തന്നെ വിട്ട് പോയ മാതിരിയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ നഗരസഭ ഈ 2 മാസമായി പിന്നിടുമ്പോഴും ഒരു കാര്യവും ഞങ്ങളാരും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ചില ആളുകളുടെ പരാതികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയമായിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിൽ. അത് ഒരു കാരണവശാലും ഇവർ ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടാത്തത് ഇതൊക്കെ ഒരു ബിനാമി ഇടപാടുകളാണ്.